അസ്സലാമു അലൈക്കും. ഹജ്ജിന് പോകുന്ന ആളുകൾ സാധാരണ ചോദിക്കുന്നതാണ് ഈ സിം കാർഡുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സിം കാർഡ് തന്നെ ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്ത് പോകുന്നതാണോ നല്ലത്, അതല്ല അവിടെ പോയിട്ട് അവിടുത്തെ ലോക്കൽ സിം കാർഡ് എടുക്കുന്നതാണോ നല്ലത്? അപ്പോൾ ഇന്റർനാഷണൽ ആക്ടിവേറ്റ് ചെയ്ത് പോകാൻ പറ്റും. എല്ലാ പ്രൊവൈഡേഴ്സും ഇന്റർനാഷണൽ റോമിംഗ് നമുക്ക് തരുന്നുണ്ട്. ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ, അതായത് നാട്ടിലെ കോളുകൾ മിസ്സാവാൻ പാടില്ല. അതേപോലെ പിന്നെ ബാങ്ക് ട്രാൻസാക്ഷൻസ്, OTP കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള ആളുകൾ, ഇത്തരം ആളുകൾ ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. പക്ഷെ അവിടുത്തെ ലോക്കൽ കോളിംഗ് ആണ് നമുക്ക് കൂടുതൽ സാധാരണഗതിയിൽ വരാറുള്ളത്. ആ സമയത്ത് ഏറ്റവും നല്ലത് അവിടുത്തെ ലോക്കൽ സിം തന്നെയാണ്. കാരണം നമ്മൾ ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ ലീഡേഴ്സ്, ഗ്രൂപ്പിന്റെ ലീഡർ, അതുപോലെ ഗ്രൂപ്പിലുള്ള മറ്റാളുകൾ, സൗദിയിൽ തന്നെയുള്ള നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ, അവർക്കൊക്കെ നമ്മൾ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ റോമിംഗിലാവുമ്പോൾ അവർ അവിടുത്തെ ലോക്കൽ സിമ്മിൽ നിന്നാണ് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവാം. അവർക്ക് ഇന്റർനാഷണൽ കോളിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ടാവണം. അവർ അതിന് വേറെ റീചാർജ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവർ ഇതിൽ ഉണ്ടാവാം. എന്നാലും അവർക്കൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എപ്പോഴും നല്ലത് അവിടുത്തെ, നമുക്ക് കൂടുതലും ഹജ്ജിന്റെ സമയത്തൊക്കെ അവിടുത്തെ ലോക്കൽ കോണ്ടാക്റ്റുകളാണ്, അല്ലെങ്കിൽ ലോക്കൽ സംസാരങ്ങളാണ്, കോളിംഗ് ആണ് കൂടുതൽ ഉണ്ടാവുക നമ്മുടെ കൂടുതലുള്ള ആളുകൾക്ക്. അപ്പോൾ എപ്പോഴും നല്ലത് അവിടുത്തെ പ്രാദേശിക സിം തന്നെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ കൂടുതൽ ഇന്റർനെറ്റ് GB ഡാറ്റ നമുക്ക് കൂടുതൽ ആവശ്യം വരും ഈ ഹജ്ജ് സമയങ്ങളിൽ. അപ്പോൾ ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൽ വളരെ കുറഞ്ഞ GB ഡാറ്റ നമുക്ക് കിട്ടുന്നുള്ളൂ. എക്സ്ട്രാ പിന്നീട് ടോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഇന്റർനാഷണൽ റോമിംഗിൽ കാണുന്നില്ല. അപ്പോൾ പ്രാദേശിക സിം ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡാറ്റ റീചാർജ് ചെയ്യുകയും ചെയ്യാം. പിന്നെ അവിടുന്ന് സിം എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ഡാറ്റകൾ അതിൽ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് ഹജ്ജിന്റെ സമയങ്ങളിൽ, അതായത് മിനയിലേക്ക് പോകുന്നത് മുതൽ തിരിച്ചു വരുന്നത് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് വൈഫൈ ഒന്നും കണക്ഷൻ കിട്ടാനുള്ള സാധ്യതകളില്ല. അപ്പോൾ നമുക്ക് അവിടെ ഹജ്ജ് റിലേറ്റഡ് ആപ്പുകൾ ഉപയോഗിക്കാനും ലൊക്കേഷൻ അയക്കാനും ലൊക്കേഷൻ വെച്ച് മാപ്പ് ഇട്ട് സെർച്ച് ചെയ്ത് പോകാനൊക്കെ നമുക്ക് ഈ ഡാറ്റ ആവശ്യം വരും. അപ്പോൾ കൂടുതൽ ഡാറ്റ ആവശ്യം വരുന്ന സമയമാണ് മിനയിലേക്ക് പോകുന്നത് മുതൽ തിരിച്ചു വരുന്നത് വരെയുള്ള ഹജ്ജിന്റെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ഡാറ്റ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ പ്രാദേശിക സിമ്മാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഈ ബിസിനസ്സിലെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആളുകൾക്കൊക്കെ അവർക്ക് നാട്ടിലെ കോളുകൾ മിസ്സാവരുത്. അതുപോലെ ബാങ്ക് ട്രാൻസാക്ഷൻസ്, OTP പോലുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യമുള്ള ആളുകൾ ഇന്റർനാഷണൽ റോമിംഗും പ്ലസ് അവിടുത്തെ പ്രാദേശിക സിമ്മും കൂടി എടുക്കുന്നതും നന്നാവാം. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അവിടെ തന്നെ ഇഷ്ടംപോലെ പ്രൊവൈഡേഴ്സ് ഉണ്ട്, വ്യത്യസ്ത ഹജ്ജ് പാക്കേജുകൾ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പാക്കേജ് അനുസരിച്ച് റീചാർജ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ മറ്റൊന്നുള്ളതാണ് നാട്ടിലേക്ക് വിളിക്കുന്നത്. ഈ ഹജ്ജ് യാത്രയിലൊക്കെ വിദേശത്ത് യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ പിന്നെ കൂടുതൽ അതിനെപ്പറ്റി ഐഡിയ ഉണ്ടാവും. എന്നാലും പിന്നെ ആദ്യമായിട്ട് പോകുന്ന ആളുകൾ, പ്രായമുള്ള ആളുകൾ, ഇവർക്കൊക്കെ നാട്ടിലേക്ക് നമുക്ക് വിളിക്കാൻ ഏറ്റവും വീഡിയോ കോളിന് നല്ലത് സൗദിയിലാവുമ്പോൾ വാട്സപ്പ് വീഡിയോ കോൾ അവിടെ അത്ര കിട്ടാൻ സാധ്യതയില്ല. ഏറ്റവും നല്ലത് ഗൂഗിൾ മീറ്റ് ആണ്. ഗൂഗിൾ മീറ്റിൽ കോൾ ചെയ്യുന്നതാണ് നല്ലത്. അതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ പോകുന്നതിന് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത്, അതത്ര പരിചയമില്ലാത്ത പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ വീട്ടിലുള്ള ആളുകളായിട്ടൊക്കെ ഒന്ന് ഗൂഗിൾ മീറ്റിൽ എങ്ങനെ വിളിക്കാന്നൊക്കെ ഒന്ന് പരിശീലനം നേടി പോകുന്നത് നന്നാവാം. നാട്ടിലുള്ള ആളുകളെ ഗൂഗിൾ മീറ്റിന്റെ കോണ്ടാക്ട്സ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അങ്ങനെ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുപോലെ എയർപോർട്ടിൽ വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടും. അതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ള അത് ഒപ്പമുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ പരിചയമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ എയർപോർട്ടിൽ നിന്നൊക്കെ നമുക്ക് എയർപോർട്ടിലെ ഫ്രീ വൈഫൈ ഉപയോഗപ്പെടുത്താം. റൂമിലെത്തിയ റൂമിൽ ബിൽഡിങ്ങിൽ വൈഫൈ ഉണ്ടാവും. അപ്പോൾ പരമാവധി നാട്ടിലേക്ക് വിളിക്കാനൊക്കെ അത്തരം ഇന്റർനെറ്റുകൾ ഉപയോഗിക്കാം. അത്യാവശ്യങ്ങൾക്ക് മാത്രം മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ പ്രധാനപ്പെട്ട ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടത്, ഒന്ന് നുസ്ക്, നമുക്കറിയാലോ, ഹജ്ജ് മന്ത്രാലയം, സൗദി ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ആപ്പാണ് നുസ്ക്. അതെന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പോകുന്ന ആളുകളാണെങ്കിൽ അവരോട് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാവും. ഹജ്ജ് സുവിധ ആപ്പ് വളരെ പ്രധാനപ്പെട്ട ആപ്പാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് പോകണം. നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പിന്നെ അതില് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉപയോഗത്തിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്റർനെറ്റും അതുപോലെ നമ്മുടെ ലൊക്കേഷൻ സെറ്റിംഗ്സ് ഓണാക്കി ഇടണം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും സ്ഥലം മാറിപ്പോവുക അല്ലെങ്കിൽ മിസ്സാവുക അല്ലെങ്കിൽ കൂട്ടം തെറ്റുക ചെയ്താല് അവർക്ക്, നമ്മളെ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റൊക്കെ ഈ ഹജ്ജ് സുവിധ ആപ്പ് വെച്ചിട്ട് നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത്,
എന്നൊക്കെ അവർക്ക് കണ്ടെത്താനൊക്കെ ഈ ഹജ്ജ് സുവിധ ആപ്പിൽ വഴി സാധിക്കും. അപ്പൊ നമ്മള് ഫോണിലൊക്കെ നമ്മുടെ ലൊക്കേഷൻ സെറ്റിംഗ്സ് ഓൺ ആക്കിയിടണം. അതുപോലെ പുറത്തിറങ്ങുമ്പോഴൊക്കെ പരമാവധി ഇന്റർനെറ്റ് ഡാറ്റ ഓൺ ആക്കിയിടുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ആപ്പുകൾ വളരെ ഉപകാരപ്പെടും. അപ്പോൾ നുസ്ക്, അതുപോലെ ഹജ്ജ് സുവിധ, അതുപോലെ മറ്റു സന്നദ്ധ സംഘടനകളുടെ ആപ്പുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് KMCCയുടെ ആപ്പൊക്കെ വളരെ ഉപകാരപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടും. അതൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് ഡാറ്റ വേണം. അപ്പോൾ അതില് ഡാറ്റ ഉള്ള പാക്കേജ് തന്നെ പിന്നെ നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതൊക്കെയാണ് നമ്മള് ഈ മൊബൈലുമായി ബന്ധപ്പെട്ടും ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഹജ്ജ് യാത്രയിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും.